മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഉത്സവപ്പറമ്പുകളിൽ ആനകളിടയുന്നതും ആനകളുടെ സ്ഥാനമാനത്തെ ചൊല്ലി ഗ്രൂപ്പുകൾ തമ്മിൽ പരസ്പരം തല്ലുകൂടുന്നതും വളരെയധികം കൂടുതലായിരിക്കുന്നു. ആനകളെ വിശ്രമമില്ലാതെ എഴുന്നള്ളിക്കുന്നതും അത്യുഷ്ണവും പലപ്പോഴും ആനകളിടയുന്നതിന് കാരണമാകുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ആനകളിടയുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അതിനൊരു പരിധിവരെ കാരണം ക്ഷേത്ര കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ഉത്സവം നടത്തുന്ന ക്ലബ്ബുകാരോ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. ഒരു മാസം മുൻപാണ് തൃശൂർ പെരുമ്പിലാവിൽ ഫെസ്റ്റിനിടയിൽ ആനയിടഞ്ഞ് ജനങ്ങൾ പരിഭ്രാന്തരായി ഓടേണ്ടി വന്നത്. ആനയിടഞ്ഞ് ജനക്കൂട്ടത്തിന് നടുവിലേക്ക് കയറിയ സമയത്ത് ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുകയും നിരവധി ആൾക്കാർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശൂരിലെ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്ന ആനയാണ് അന്നിടഞ്ഞത്. ആനയിടയാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്തെന്നാൽ അവിടെയുള്ള 2 ക്ലബ്ബുകൾ തമ്മിലുള്ള തർക്കമായിരുന്നു. ഈ ഫെസ്റ്റിൽ പങ്കെടുക്കുവാനായി നിരവധി ആനകളെ അവിടെ എത്തിച്ചിരുന്നു. ഈ ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുന്ന സമയത്ത് ആനകളുടെ സ്ഥാനമാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് വഴിതെളിയിച്ചത്. നിരവധി ആൾക്കാർ പങ്കെടുത്ത ആ ഫെസ്റ്റിനിടയിൽ ആൾക്കൂട്ടം പരസ്പരം ചേരിതിരിഞ്ഞ് തല്ലുകൂടാൻ തുടങ്ങിയപ്പോൾ പോലീസ് ഇടപെടുകയും കൂടുതൽ സംഘർഷമാവുകയും ചെയ്തു. ആൾക്കൂട്ടത്തിനിടയിൽ ഈ ബഹളം കണ്ടിട്ടാകണം നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്ന ആന പേടിക്കുകയും അവൻ തലങ്ങും വിലങ്ങും ഓടാൻ തുടങ്ങുകയും ചെയ്തത്. ആന നിയന്ത്രണം വിട്ട് ജനക്കൂട്ടത്തിന് നടുവിലേക്ക് കയറിയതോടെ ജനക്കൂട്ടം പരിഭ്രാന്തരായി ചിതറിയോടി. ഈ സമയത്ത് താഴെ വീണ ആൾക്കാരുടെ മുകളിൽ ജനങ്ങൾ ചവിട്ടി 3ഓളം പേർക്ക് ഗുരുതരമായി പരിക്കു പറ്റുകയും അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. പരിഭ്രാന്തനായി ആന തലങ്ങും വിലങ്ങും ഓടിയെങ്കിലും ഒടുവിൽ പാപ്പാന്മാർ ആനയെ നിയന്ത്രിച്ച് തളച്ചതിനാൽ വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഉത്സവപ്പറമ്പുകളിൽ ജനങ്ങൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങളാണ് പലപ്പോഴും ആനകൾ ഇടയുന്നതിന് കാരണമാകുന്നത്. ആൾക്കാർ പരസ്പരം തല്ലുകൂടുന്ന സമയത്ത് ആനകൾ അത് കണ്ട് പരിഭ്രാന്തരാവുകയും ജനങ്ങൾക്ക് നടുവിലേക്ക് ഓടുകയും കൂടുതൽ പ്രശ്നമാവുകയും ചെയ്യും.